ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഈ ഹെയർ ബോ എങ്ങനെ മേക്ക് ചെയ്തെടുക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അതിനായിട്ട് ഇതുപോലെ ഒരു സാറ്റിൻ കവേർഡ് ആയിട്ടുള്ള ഹെയർ ബോ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഡോട്ട്സ് ഉള്ള ഒരു റിബണും എടുത്തിട്ടുണ്ട്. ഈ റിബണെ ബോയുടെ ഈ ഭാഗത്ത് ഇതിനെ ഒട്ടിച്ചെടുക്കണം. രണ്ട് സൈഡിലായിട്ടും ഇതുപോലെ കവർ ചെയ്ത രീതിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. റിബണിൻ്റെ വക്ക് ഒന്ന് ഉരുക്കിയെടുക്കണം. അതിനുശേഷം ബോയെ മൊത്തത്തിൽ ഈ റിബൺ ഉപയോഗിച്ച് കവർ ചെയ്തെടുക്കണം. ഈ റിബൺ ബോയുടെ മുകളിൽ ഇതുപോലെയാണ് വെക്കേണ്ടത്. എന്നിട്ട് രണ്ട് സൈഡും താഴെ ഭാഗത്തേക്ക് ഫോൾഡ് ചെയ്യുന്ന രീതിയിൽ. എന്നിട്ട് റിബണിലൊക്കെ ഇതുപോലെ ഗം അപ്ലൈ ചെയ്തിട്ട് രണ്ട് സൈഡും ഫോൾഡ് ചെയ്ത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒട്ടിച്ചെടുക്കാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിടും കേട്ടോ. ഇതേ രീതിയിൽ ബോയെ മൊത്തത്തിൽ ഇതുപോലെ കവർ ചെയ്തെടുക്കാം. ഒട്ടിച്ചെടുത്ത് ഇതിൻ്റെ അവസാന ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ എൻഡിൽ റിബൺ കറക്റ്റായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ വക്കൊന്ന് ഉരുക്കി കൊടുക്കണം. ഒട്ടിച്ചെടുത്തതിന് ശേഷം ഒന്ന് ഉരുക്കിയെടുക്കണം. ഹെയർ ബാൻഡിനെ ഇവിടെ മുഴുവനായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 3 സൈസിൽ 3 റിബൺ കട്ട് ചെയ്തെടുക്കണം. റിബണിൻ്റെ രണ്ട് സൈഡും ഉരുക്കിയെടുക്കണം. റിബണിൻ്റെ ബാക്ക് ഭാഗത്ത് ഗം അപ്ലൈ ചെയ്തെടുക്കാം. ഇതിനെ ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. ബാക്കി 2 റിബണും ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. ഒട്ടിച്ചെടുത്ത റിബണിനെ ഇതുപോലെ സെൻറ്ററിൽ സൂചി നൂലും കോർത്ത് ഒന്ന് കെട്ടിട്ടെടുക്കണം. ബാക്കിയുള്ള റിബൺസും ഇതുപോലെ ചെയ്യാം. ഇനി ഇതിനെല്ലാം ഒട്ടിച്ചെടുക്കണം. അതിനായിട്ട് ആദ്യം വലിയ റിബൺ വയ്ക്കുക. അതിന് മുകളിൽ അതിൻ്റെ ചെറുത്, അതിൻ്റെ മുകളിൽ അതിൻ്റെ ചെറുത് എന്ന ക്രമത്തിൽ ഇതിനെ ഗം ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കാം. ഇനി ഹെയർ ബോൻ്റെ മുകളിലായിട്ട് നമ്മൾ ചെയ്തെടുത്ത ബോയനെ ഇതുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കണം. അതിന് നമ്മളൊരു സൈഡിൽ ഗമ്മ് വെച്ച് അപ്ലൈ ചെയ്തിട്ട് ഇതിനെ ഒട്ടിച്ചെടുക്കാം. ഇനി ചെറിയൊരു പീസ് റിബൺ എടുത്തിട്ടുണ്ട്. അതിനെ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഈ റിബണിൻ്റെ സെൻറ്ററിലൂടെ ഇതുപോലെ വെച്ച് ഒന്ന് ഗം അപ്ലൈ ചെയ്ത് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലൂടെയുള്ള റിബൺ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊന്നുകൂടി ഭംഗി കൂട്ടാനായിട്ട് ഇതുപോലൊരു ലേസ് എടുത്തിട്ടുണ്ട്. അതിനെ ഇതിൻ്റെ സെൻറ്ററിലൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഒട്ടിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മൾ ഹെയർ ബോ ചെയ്തെടുക്കാനായിട്ട്.
അപ്പോൾ നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ബോ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഓൾ.